ശരത്ത്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എഫ്ഐആറിൽ പറയുന്നത് കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ്. അതും അമ്മ തന്നെയാണ് കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. അവരെ അമ്മയെന്ന് വിളിക്കാൻ ഒരു ഘട്ടത്തിലും അർഹതയില്ലാത്തൊരു സ്ത്രീയാണ്. അതിൽ മറ്റു വിവരങ്ങൾ, ഇവർ ഗർഭിണിയായ ആ സമയം സ്വാഭാവികമായും സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വയറൊക്കെ വരും, നമുക്കറിയാം. അതൊക്കെ ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ അപവാദ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോയവരാണ്. മകൾ 2 തവണയും ഗർഭിണിയായ കാര്യം അറിഞ്ഞിരുന്നില്ല എന്ന് അമ്മ പറയുന്നു. പോലീസ് ഇതൊക്കെ ഏത് രീതിയിലാണ് കണക്കിലെടുത്തിരിക്കുന്നത്? അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനു, ഇന്നലെ നമ്മളെ ഏവരെയും ഞെട്ടിച്ച രീതിയിൽ ഇത്തരത്തിലൊരു വാർത്ത വന്നതിന് ശേഷം നിരവധി ഇത്തരത്തിലുള്ള സാമാന്യത്തിൽ നിരക്കാത്ത പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ അനീഷ ഗർഭിണിയായിരുന്നു എന്ന കാര്യം തങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല എന്നാണ് അനീഷയുടെ അമ്മയും സഹോദരനുമാണ് വീട്ടിലുള്ളത്. ഇരുവരും പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനീഷ ആദ്യഘട്ടത്തിൽ ഗർഭിണിയായപ്പോൾ, ഇത് 2021 ഗർഭിണിയായപ്പോൾ അനീഷയുടെ ശരീരഘടനയിൽ വന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും അയൽവാസിയായ ഗിരിജ എന്നൊരു സ്ത്രീ ശ്രദ്ധയിൽപ്പെടുന്നു. ഗിരിജ ഈ അനീഷയുടെ വീട്ടിൽ തന്നെ സംസാരിക്കുന്നു. അപ്പോ ഇതിനെ പ്രതികരിക്കുന്നത് തങ്ങളുടെ മകൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയാണ് എന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹോദരനും അമ്മയും ചേർന്ന് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ വിളിപ്പിക്കുന്നു. ശേഷം പറഞ്ഞു തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതിനുശേഷം അയൽവാസികളായിട്ടോ നാട്ടുകാരുമായിട്ടോ യാതൊരുവിധ ബന്ധവും ഈ കുടുംബം പുലർത്തുന്നില്ല എന്നാണ് പറയുന്നത്. സഹോദരനായിട്ടുള്ള അക്ഷയ് ഒരു ലോട്ടറി വിൽപ്പനക്കാരനാണ്. ഈ കുട്ടികളോട് പല വിഷയത്തിൽ തട്ടിക്കയറുന്ന സാഹചര്യം അക്ഷയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. തന്റെ സഹോദരിക്ക് ഇത്തരത്തിൽ അബോധം പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇത്തരത്തിൽ മകൾ ഗർഭിണിയായിരുന്നു എന്ന കാര്യത്തിനകത്ത് ഒരു രീതിയിലുള്ള വിവരം ലഭിച്ചിരുന്നില്ല എന്നാണ് അമ്മയും സഹോദരനും പറയുന്നത്. അത് പോലീസ് വേണ്ടത്ര മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. എന്നാൽ മറ്റൊരു വിവരം ലഭിക്കുന്നത്, അനീഷ ഇത്തരത്തിൽ പ്രസവം യൂട്യൂബ് നോക്കിയാണ് പ്രസവിച്ചത് എന്ന രീതിയിലുള്ള ചില വാർത്തകൾ, ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അനീഷ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കിയ യുവതിയാണ്. സ്വാഭാവികമായിട്ടും അതും ഈ പ്രസവത്തിന് സഹായകരമായി എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ കുഞ്ഞിന്റെ കാര്യത്തിനകത്ത് ആദ്യ കുഞ്ഞ് മരണസമയത്ത് തന്നെ കൊല്ലപ്പെട്ടിരുന്നു എന്നായിരുന്നു അനീഷയുടെ ആദ്യ മൊഴി. ഇന്നലെ പോലീസ് 12 മണിക്കൂർ ചോദ്യം ചെയ്തതാണ് ആദ്യ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്ന് പറഞ്ഞത്. ഇന്നലെ രാത്രി വളരെ വൈകിയും ഇരുവരെയും രണ്ടുപേരുടെയും വീടുകളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പരിശോധനകൾക്കായിട്ട് ഇവർ ഈ കുഞ്ഞുങ്ങളുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലങ്ങൾ തുറന്ന് പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് പവിൻ എന്നൊരു യുവാവ് കുറച്ച് അസ്ഥികളുമായിട്ട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് തങ്ങളുടെ 2 മക്കളെ തങ്ങൾ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിനുള്ള കാരണമായിട്ട് പോലീസ് പറയുന്നത്, അനിഷയുമായിട്ട് കഴിഞ്ഞ 6 മാസമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പവിനുണ്ട്. പവിൻ കഴിഞ്ഞ ദിവസം രാത്രി ഫോൺ ചെയ്തപ്പോൾ അനിഷയുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. അനിഷ ഫോണിൽ എൻഗേജ്ഡ് ആയിരുന്നു. അതിൽ പ്രകോപിതനായിട്ടാണ് പവിൻ ഇത്തരത്തിൽ മദ്യപിച്ച് ഈ കാര്യം പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അനിഷയും പവിനും തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ കൂടുതൽ കാലം ഉറപ്പിച്ചു വയ്ക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. ശരി, ഏതായാലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഗൗരവതരമായ കുറ്റകൃത്യം ലോകത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്.